ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കാൻ സ്വർഗം തന്ന വലിയ കൃപയ്ക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവം നടത്തുന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ ഹല്ലേലൂയ സമാധാനമില്ലാതെ ഹല്ലേലൂയ ജനമായിരിക്കുമ്പോൾ സ്വർഗം നമ്മയൊക്കെ അവിടങ്ങളിലായി കാത്തുപരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ അവസരം ഒരുക്കി തന്ന പ്രിയ ജസ്റ്റിൻ പാസിനോട്, ഇതിനകത്ത് ലീഡ് ചെയ്യുന്ന ദൈവദാസിമാർ ഹല്ലേലൂയ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് ദൂതന്മാരെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് തന്നെയാണ് ഇന്ന് പകൽക്കാലവും ദൈവവചനം ഞാൻ എടുത്തിരിക്കുന്നത്. അത് ദൈവസന്നിധിയിൽ ആ വിഷയം ബൈബിളിൽ നിന്ന് പഠിക്കുമ്പം ആ വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. ഇന്ന് പകൽക്കാലം വചനം ഹല്ലേലൂയ അത് ജീവനുള്ള വചനമാണ്. ആര് സംസാരിക്കുന്നു എന്നുള്ളതിൽ ഉള്ളതല്ല ഹല്ലേലൂയ. അതിൽ ഹല്ലേലൂയ മർമ്മം പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടണം. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം അത് ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന വചനമാണ്, ഹല്ലേലൂയ വിടുവിക്കുന്ന വചനമാണ്, ജീവൻ നൽകുന്ന വചനമാണ്. അത് നാം ഏറ്റെടുക്കുന്നത് പോലെയാണ്, നാം അത് നമ്മുടെ ജീവിതത്തിന്മേൽ അംഗീകരിക്കുന്നത് പോലെയാണ്, നാം കൈക്കൊള്ളുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിന്മേൽ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ അതിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ യൂദായുടെ ലേഖനം 9-ാം വാക്യം, യൂദായുടെ ലേഖനം 9-ാം വാക്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമെങ്കിൽ വായിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ വായിക്കുക, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ബൈബിൾ നമുക്കറിയാം, ഇത് യൂദായുടെ ലേഖനമാണ്. 21 ലേഖനങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയതാണെന്ന് നമുക്കറിയാം. പൗലോസ് എന്ന് പറയുമ്പോൾ ഒരു ലേഖനത്തിനകത്ത് തർക്കമുണ്ട്. പൗലോസാണ് എബ്രായ ലേഖനം, പൗലോസ് അല്ല എന്ന് പറയുന്നവരുമുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. എന്നാൽ 7 ലേഖനങ്ങൾ പൊതു ലേഖനങ്ങളായിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ വായിച്ച യൂദായുടെ ലേഖനവും. ഈ പൊതുലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക വ്യക്തിയെയോ സഭയെയോ വേണ്ടി എഴുതിയതല്ല, അത് ലക്ഷ്യം വെച്ച് എഴുതിയേക്കുന്നതല്ല, പൊതുവായിട്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണ്. ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതിന് ദൈവജനത്തെ ഉത്സാഹിപ്പിക്കുന്നതാണ് ഇതിലെ വിഷയം. സഭയിൽ അന്ന് ആ കാലങ്ങളിൽ അനേക കള്ളപ്രവാചകന്മാരൊക്കെ സഭകൾ കയറി സഭയുടെ ആത്മീയതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ എഴുതിയ ഒരു ലേഖനമാണിത്. യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യൂദ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. അനേക യൂദാമാരെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ, മറിയയ്ക്കിൽ ജനിച്ച സഹോദരൻ, അർത്ഥ സഹോദരനാണ് ഇത് എഴുതിയിരിക്കുന്നത്. 68 ശേഷം, AD 68 ശേഷം 70-71 കാലയളവിലാണ് ഇത് എഴുതിയതെന്ന് പറയുന്നുണ്ട്. പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ ഇതിനകത്തും കാര്യങ്ങളും തമ്മിൽ വളരെ താരതമ്യം ചെയ്ത് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് നമുക്കറിയാം, പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിച്ചു. ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിലും നിങ്ങളോട് പറഞ്ഞായിരുന്നു, ദൂതന്മാരുടെ വിഷയം ഞാൻ നിങ്ങളോട് സംസാരിച്ചായിരുന്നു. ദൂതഗണം അത് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന വീരന്മാരാണ്. അവർ രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള സേവകാത്മാക്കളാണ് എന്നുള്ള വിഷയവും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രധാനമായിട്ട് ഇവരുടെ ഉദ്ദേശം, ദൂതന്മാരുടെ ഉദ്ദേശം എന്ന് പറയുമ്പം അത് ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യരിൽ അറിയിക്കുക, ദൈവജനത്തെ കാത്തു സൂക്ഷിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ കൽപ്പന നടപ്പിലാക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി. പല വിഭാഗത്തിൽപ്പെട്ട ദൂതന്മാരുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ദൂതന്മാർ പല വിഭാഗത്തിലുണ്ട്. പ്രധാന ദൂതന്മാരുണ്ട്, സാറാഫുകളുണ്ട്, കെരൂബുകളുണ്ട്, ഇങ്ങനെയെല്ലാം ഉണ്ട്. സറാഫുകൾ നമുക്ക് യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സദാസമയം ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ പ്രധാന ജോലി അതാ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഹല്ലേലൂയ അവർ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അത് സാറാഫുകളെ കെരുബുകളെ നമുക്ക് പലയിടങ്ങളിലായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏദൻ തോട്ടം സംരക്ഷിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന കെരുബുകളെ ആയിരുന്നു. അതുപോലെ തന്നെ യെഹെസ്കേൽ ലേഖനം നാം വായിക്കുന്നുണ്ട്, അവിടെ കെരുബുകളുടെ നല്ല ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ അതൊക്കെ പറഞ്ഞായിരുന്നു. മനുഷ്യൻ്റെ, സിംഹത്തിൻ്റെ, കാളയുടെ, കഴുകൻ്റെ ഒക്കെ മുഖങ്ങളുള്ള 4 ചിറകുകളുള്ള ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന ഇടത്ത് നിയമപെട്ടകത്തെ സംരക്ഷിക്കാനായിട്ട് അതിൻ്റെ മുകളിലെ ഒക്കെ കെരൂബുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കെരൂബുകളുടെ ചിത്രം നമുക്ക് കാണാം. പ്രധാന ദൂതൻ്റെ മീഖായേലിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുമ്പോഴും. നല്ല ദൂതന്മാർ ഒത്തിരി പേരുണ്ടായിരുന്നു. ദൂതന്മാരെ എന്തിനു വേണ്ടി ആക്കിയിരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ടെന്നാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു, നമുക്കിന്ന് ദൂതന്മാരെ മിഖായിലിനെയും ഗബ്രിയേലിനെയും അയച്ച് നമ്മുടെ വിഷയങ്ങളെ ദൈവം നടത്തിത്തരും. ദൂതനെ അയച്ച് ദൈവം നമുക്ക് മുമ്പായിട്ട് ദൂതനെ അയക്കുന്നുണ്ട്. എന്നാൽ അതിലൊക്കെ ഉപരിയായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ ദൈവം സ്വർഗത്തിലുണ്ട്. ഉയരത്തിൽ നമ്മുടെ സർവശക്തനായ ദൈവമുണ്ട്. നമുക്ക് വേണ്ടി വാദിക്കുവാൻ നമുക്കൊരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്. ഉയരത്തിലാണ് നമ്മുടെ ജാമ്യക്കാരനിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ എല്ലാ ആശ്വാസത്തിനും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ സൗഖ്യത്തിനും, നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതിനും അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഭൂമി പാഴായും ശൂന്യമായിട്ടും ഒക്കെ ഇരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോൾ എന്നും പറഞ്ഞേച്ച് അവിടെ ഇയ്യോബിനോട് ദൈവം പറയുന്നുണ്ട്. അന്ന് പ്രഭാത നക്ഷത്രങ്ങൾ നമ്മെ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിച്ചു. ദൈവപുത്രന്മാരുടെ എന്നുവെച്ചാൽ അതിനു മുമ്പേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചിരുന്നു. കോടാനുകോടി ദൂതന്മാരുണ്ടായിരുന്നു. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ കടന്നു വരുന്നുണ്ടേ നമുക്കവിടെ വീണുപോയ ഒരു ദൂതസംഘത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ദൂതനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മാതൃകാമുദ്രയായ, ജ്ഞാനസമ്പൂർണനായ, സൗന്ദര്യത്തിന് സമ്പൂർണനായ, ദൈവത്തിൻ്റെ തോട്ടത്തിൽ വസിക്കുന്നവൻ, സകല രത്നങ്ങളാലും മൂടപ്പെട്ടവൻ, കെരൂബ്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, കെരൂബ് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം, ദേവപർവ്വതത്തിൽ ഇരിക്കുന്ന ഒരു ദൂതനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ നമുക്കത് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അവിടെ അവർ എഴുതിയിട്ടുണ്ട്, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കാണുന്നതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. എന്നുവെച്ചാൽ സ്വർഗത്തിൽ വസിക്കുന്നവനവൻ. അവൻ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ വസിക്കുന്ന, ദേവപർവ്വതത്തിൽ വസിക്കുന്ന, സ്വർഗത്തിൽ വസിക്കുന്ന ഈ ദൂതന്റെ ഉള്ളിൽ, ഹൃദയത്തിൽ പാപമുരുവായി, നിഗളമുരുവായി. ദൈവമക്കളെ, ഭൂമിയിൽ വസിക്കുന്ന നമ്മെ ഒന്ന് ആലോചിച്ചു നോക്ക്. സ്വർഗത്തിൽ വസിച്ചുകൊണ്ടിരുന്ന ദൂതന്റെ ഉള്ളിൽ ഹൃദയത്തിൽ പാപമുരുവായെങ്കിൽ ഭൂമിയിൽ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമിയിൽ വസിക്കുന്ന നമ്മൾ എത്രമാത്രം ഭയപ്പെടണം. നമ്മൾ എത്രമാത്രം ഭയത്തോടുകൂടെ ജീവിക്കണം. നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടുകൂടെ ജീവിക്കണം. ദൈവം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹൃദയത്തിൽ അവൻ ഹൃദയത്തിൽ ചിന്തിച്ചു. അവൻ ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ. അവൻ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോഴത്തേക്ക് ദൈവം അത് വ്യക്തമായി മനസ്സിലാക്കി. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമുക്കത് കാണാം. 5 കാര്യങ്ങൾ അവൻ ഹൃദയത്തിൽ ചിന്തിച്ചത്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ 13-ാം വാക്യം മുതൽ ഇങ്ങോട്ട് നോക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. 4 ഞാൻ മേഘോന്നതങ്ങളുടെ മീതെ കയറും. 5 ഞാൻ അത്യുന്നതനോട് സമനാകും. ഈ കാര്യങ്ങളെല്ലാം അവൻ ഹൃദയത്തിൽ പറഞ്ഞു, ഹൃദയത്തിൽ ചിന്തിച്ചു. ഒരു വ്യക്തിയോടത് സംസാരിച്ചില്ല, ഒരു വ്യക്തിയോടത് ചർച്ച ചെയ്തില്ല. അവന് ഹൃദയത്തിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. ദൈവമക്കളെ, സ്വർഗത്തിൽ വസിച്ച നിഷ്കളങ്കനായ ദൂതന്റെ ഹൃദയത്തിൽ ഇതൊക്കെ തോന്നി. അപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.
ഹാലലൂയ ദൈവം ഹാലലൂയ അവനെ വെട്ടി താഴെ ഇടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം ഹാലലൂയ പകൽക്കാലം നാം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ കണ്ണ് നമ്മയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഗ്രൂപ്പിൽ ഇപ്പം ഇന്ന് ഇരിക്കുന്ന ഓരോ വ്യക്തികളും എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, നിങ്ങളുടെ വിചാരങ്ങൾ എന്തുവാ, നിങ്ങൾ ഏത് താല്പര്യത്തോടു കൂടെയാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടുകൂടെയാണോ ഇരിക്കുന്നത്, ഇതെല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക ദൈവം. നമ്മൾ നിരീക്ഷണത്തിൽ ഹാലലുയ, ദൈവത്തിൻ്റെ നിരീക്ഷണത്തിൽ അത് നാം മറന്നു പോകരുത്. ഹാലലുയ നിരന്തരം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഹാലലുയ നമുക്ക് മുകളിലുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഹാലലുയ ഹാലലു 139 സങ്കീർത്തനത്തിൽ കർത്താവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നടപ്പും കിടപ്പും ഹാലലുയ വഴികളും വാക്കുകളും ചിന്തകളും വിചാരങ്ങളും നെടുവീർപ്പുകളും എല്ലാം അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ രഹസ്യ പാവങ്ങളും നമ്മുടെ പരസ്യ പാവങ്ങളും നമ്മുടെ ഭാവങ്ങളും നമ്മുടെ നോട്ടങ്ങളും നമ്മുടെ ആക്ഷനുകളും എല്ലാം ഹല്ലേലൂയ അതാത് സമയം ക്യാമറയിൽ ദൈവത്തിൻ്റെ പതിഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവം ഇച്ഛിക്കുന്നത്. ഹാലലുയ ദൈവമക്കളെ, ഹാലലുയ നാം ഹാലലുയ ദൈവസന്നിധിയിൽ ഹാലലുയ നമ്മൾ ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നിരുന്നേച്ച് നമുക്ക് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. ദൈവവചനം വായിക്കുവാൻ ഇടയാക്കാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഹൃദയം ഹല്ലേലൂയ യോവേൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറുവീൻ. ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ഹല്ലേലൂയ ആശ്രയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആയിരിക്കണം. ഹല്ലേലൂയ വെറുതെ വന്ന് ഒരു മീറ്റിങ്ങിന് വന്നിരിക്കുന്നു എന്നുള്ളതല്ല, നമ്മളെ വീക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ ചിന്ത നമ്മളെ ഭരിക്കണം. ഹല്ലേലൂയ 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 നിഷ്കളങ്കനായി ജീവിച്ച പാവം അവൻ കാണുന്നിടം വരെ അവൻ നിഷ്കളങ്കനായി ജീവിച്ചു എന്ന ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗത്തിൽ വസിക്കുന്നവനാ. ഹല്ലേലൂയ അങ്ങനെ ഉള്ളവന്റെ ഹൃദയത്തിനകത്ത് ഒരു അഹന്ത, ഒരു നിഗളം, ഹല്ലേലൂയ ദൈവത്തോട് സമനാകുവാനുള്ള അവന്റെ വാഞ്ച, ഹല്ലേലൂയ അത് കണ്ടപ്പോൾ ദൈവം അവനെ വെട്ടിയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ ആയിരിക്കുന്ന നാം ഒക്കെയും ഹല്ലേലൂയ നാം ഹല്ലേലൂയ നമ്മുടെ നിരൂപണങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തികൾ ഒക്കെ എത്രമാത്രം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ അത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഹല്ലേലൂയ ഒന്നും മറന്നു പോകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ കെരൂബായിരുന്ന ദൂതനെ ലൂസിഫർ ഹല്ലേലൂയ അവനെ വെട്ടി താഴിട്ട് ഏതെല്ലാം രീതിയിൽ അവന് ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ ഗുണവിശേഷങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അവന്. ഹല്ലേലൂയ എന്നാൽ അത് നമ്മുടെ സ്വർഗത്തിലെ ഹല്ലേലൂയ ഒരു യുദ്ധം ഇനി ശേഷം വരുമ്പം സ്വർഗത്തിലൊരു യുദ്ധം 12-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ 3-ാം വാക്യം മുതൽ നമ്മൾ അങ്ങോട്ട് വായിക്കുന്നതാണ്. നമുക്ക് അവനെപ്പറ്റി അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയും തീ നിറമുള്ള മഹാസർപ്പം. അവൻ വാലുണ്ടായിരുന്നു. അവനെ വാലും കൊണ്ട് ഹല്ലേലൂയ ചൽദിയ ഒരു കൂട്ടത്തെ 3-1 വലിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെ ദൈവം സംരക്ഷിക്കും. പിശാചിനുള്ളതെ അവൻ വിട്ടുകൊടുക്കില്ല. അവൻ വലിച്ചതിനെ ഭൂമിയിൽ ഇടുന്നതായിട്ട് നമുക്കവിടെ വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. അവൻ പടവെട്ടി ഹല്ലേലൂയ 7-ാം വാക്യം വരുമ്പം അവിടെ കാണുന്നുണ്ട് സ്വർഗത്തിൽ അവരുടെ ഹല്ലേലൂയ അവർ മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരു യുദ്ധം, മീഖായേൽ ഹല്ലേലൂയ അവരുമായി യുദ്ധം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താനും. ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ മീഖായേലിന് തുല്യമായ പവർ ഉണ്ടായിരുന്ന വ്യക്തിയാ. ഹല്ലേലൂയ അവന്റെ ഹൃദയത്തിനകത്തെ അഹങ്കാരം മൂലം അവന്റെ ചിന്താഗതികൾ മൂലം ഹല്ലേലൂയ അവനെ വെട്ടി താഴെയിടുവാൻ ഇടയായത്. ഹല്ലേലൂയ അവൻ അതുകൊണ്ടതും ഹല്ലേലൂയ നിന്നില്ല. ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ മീഖായേൽ വീണ്ടും അവനോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താനും. ഹല്ലേലൂയ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച് സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളാവുന്ന നമ്മള് വളരെ ഹല്ലേലൂയ ഭയത്തോടുകൂടെ ജീവിക്കേണ്ടത് ആവശ്യകതയാണ്. ഹല്ലേലൂയ നമ്മളെ അറിയുന്ന ഒരു ദൈവം ഹല്ലേലൂയ വിശ്വാസം ഹല്ലേലൂയ കണ്ടെത്തുമോ? കർത്താവിന്റെ വരവാകുമ്പോഴത്തേക്ക്
വിശ്വാസം കണ്ടെത്തുമോ? ഹാലലൂയ, എത്ര പേരാ വഴിമധ്യ വീണ് കിടക്കുന്നത്. ഹാലലൂയ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചവര്, ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചവര്, ദൈവത്തിന് വേണ്ടി ഓടിയവര്, ഹാലലൂയ വിശ്വാസത്യാഗം സംഭവിച്ച് അനേകർ വീണുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ, ഹാലലൂയ, നാം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം. ഹാലലൂയ, വീണുപോകുവാൻ ഇടയാകരുത്. താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. ഹാലലൂയ, ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കൂടുതൽ ഭയത്തോടുകൂടെ ഹാലലൂയ നാം ആയിരിക്കേണ്ടത് അത്യാവശ്യകതയാണ്. കർത്താവിന്റെ വരവടുത്തുകൊണ്ടിരിക്കുന്ന സകല ലക്ഷണങ്ങളും നാം ഇന്ന് കാണുന്നുണ്ട്. ദൈവമക്കളെ, മറന്നു പോകരുത്. ഹാലലൂയ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നോട്ടത്തിലും വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നമ്മെ ഒപ്പിയെടുക്കുന്ന ഒരു കണ്ണ് സ്വർഗത്തിൽ ഉണ്ടെന്നുള്ളത് നാം മറന്നു പോകരുത്. അവന് മറഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. സകലവും നഗ്നവും മലർന്നതുമായി അവന്റെ മുമ്പിൽ വെളിപ്പെടുന്നു. ഹാലലൂയ, അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഓരോ ദിവസവും ഭയത്തോടുകൂടെ ജീവിപ്പാൻ നമുക്കിടയാകണം. ലൂക്കോസ് 10:12 ഹാലലൂയ ഇങ്ങനെ പറയുന്നുണ്ട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. യേശു പറയുക, മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഹാലലൂയ, നമുക്കെതിരായി വരുന്ന എല്ലാ പ്രതിസന്ധിയിലും ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും കർത്താവ് ഹാലലൂയ തകർക്കും. ഹാലലൂയ നമുക്ക് വേണ്ടി, വിശുദ്ധിന് വേണ്ടി നീ ഹാലലൂയ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹാലലൂയ അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാ. വില കൊടുത്തെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. നാടോടുമ്പോൾ നടുവേ ഓടിയാൽ, എല്ലാവരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ, മനുഷ്യനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അക്കരെ എത്തുവാൻ കഴിയുകയില്ല. നമുക്ക് ചുറ്റും ഹാലലൂയ നാം കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഹാലലൂയ പലരുടെയും ജീവിതം ഹാലലൂയ നമുക്ക് മാതൃകയാക്കുവാൻ കഴിയില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തെ നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുക. ഗലാത്യരോട് പറയുന്നത് പോലെ നമ്മളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയവരെ പോലെ ആയിരിക്കുവാനല്ല. ഹാലലൂയ, ദൈവസന്നിധിയില് ഹാലലൂയ നാം തന്നെ ഈ ദിവസങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ, വില കൊടുപ്പാൻ, ജീവിതത്തെ സൂക്ഷിപ്പാൻ ഒക്കെ നമ്മുടെ ജീവിതത്തിന്മേൽ ഇടയാകണം. ഹാലലൂയ, യേശു ക്രിസ്തു പത്രോസ് മഹാപുരോഹിതന്മാരുടെ മഹാപുരോഹിതന്റെ കാത് അറുത്തപ്പോൾ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്, ഹാലലിയ, വാളെടുക്കുന്നവനെല്ലാം വാളാൽ വീഴും. നീ വിചാരിക്കുന്നുണ്ടോ എന്റെ പിതാവിനോട് ഞാൻ ചോദിച്ചാൽ എത്ര ലഗ്യോൻ ദൂതന്മാരെ വേണമെങ്കിലും എനിക്ക് വേണ്ടി അയച്ചു തരും? ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ അവൻ എന്റെ അരികെ നിർത്തും. ഹാലലിയ, ദൈവത്തിന് അതറിയാം. ഒരു ലഗ്യോൻ എന്ന് പറയുന്നത് ഏതാണ്ട് 6000 പേരാ. അങ്ങനെയാണ് 12 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 72,000 ഹാലലി വരുന്ന ദൂതന്മാരെ വേണമെങ്കിലും ദൈവത്തിന് ഹാലലിയ ചുറ്റുമായിട്ട് ദൈവം അണിനിരത്താമായിരുന്നു. എന്നാൽ ഹാലലിയ ദൈവത്തെ പുത്രനായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഹാലലിയ ഇഷ്ടത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഹാലലിയ, അല്ലാതെ ദൂതന്മാർ ഇറങ്ങി വന്ന് ഫൈറ്റ് ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ടല്ല. ദൈവമക്കളെ, ഹാലലിയ ദൈവം യേശു ക്രിസ്തു ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഹാലലിയ എത്ര ദൂതന്മാരെ വേണേലും ഹാലലി പിതാവായ ദൈവം ഇറക്കുമായിരുന്നു. ഹാലലിയ, അങ്ങനെ അവിടെ പറയുന്നുണ്ട്, ഇന്ന് പകൽക്കാലം ഹാലലിയ നീ പ്രാർത്ഥിക്ക. ഹാലലിയ, നിനക്കെതിരെ വരുന്ന ഏത് പൈശാചിക പോരായിരുന്നാലും, ഏത് പ്രവർത്തിയായിരുന്നാലും, ഏത് ദുഷ്ടന്റെ പോരുകളായിരുന്നാലും ഹാലലൂയ എനിക്ക് വേണ്ടി എന്റെ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളില് എനിക്ക് വേണ്ടി നീ ഇറങ്ങി വരണം, നീ ഒരു ദൂതനെ അയക്കണം. ഹാലലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലലൂയ ദൈവം തന്നെ ദൂതനെ അയച്ച് ഹാലലൂയ ദൈവത്തിന്റെ പ്രസൻസ് നിന്നോട് കൂടെ വന്ന് നിന്നെ സഹായിപ്പാൻ ശക്തനാണെന്നുള്ളത് ഹാലലൂയ നീ മറന്നു പോകരുത്. ഹാലലൂയ 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 ഹാലലൂയ. ഇവിടെ ഹല്ലേലൂയ നാം വായിച്ച ഭാഗത്ത് വരുന്ന മീഖായേലിൻ്റെതായ കാര്യങ്ങൾ ഹല്ലേലൂയ നമുക്കറിയാം. പ്രധാന ദൂതനായ മീഖായേല, ആ മീഖായേല് ഹല്ലേലൂയ നാം വായിച്ച ഭാഗത്ത് മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ബൈബിളിൽ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്ത് ഒരു ഭാഗം ഹല്ലേലൂയ ഇതല്ലാതെ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല. ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ നോക്കിയേച്ച് അത് കാണുന്നില്ല. നമുക്കറിയാം ഹല്ലേലൂയ തർക്കിച്ചും വാദിച്ചും 2 ശിഷ്യന്മാർ
ശിഷ്യന്മാർ എമോസിലേക്ക് പോയ 2 ശിഷ്യന്മാർ തർക്കിച്ചും വാദിച്ചും ഒക്കെ നടന്നു. ഹല്ലേലൂയ. എന്നാൽ അത് പിശാചിനോടുള്ള ഈ രീതിയിലുള്ള ഒരു വാദമോ തർക്കമോ അല്ലായിരുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നുള്ളത് അവർക്ക് തമ്മിൽ ഹല്ലേലൂയ സംശയത്തിന്റെ പേരിൽ അവർ തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശു മരുഭൂമിയിൽ ഉപവാസത്തിന് ശേഷം കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കേണ്ടതിന് പിശാച് അവിടെ കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നാൽ അവിടെ ഒരു തർക്കമോ വാദമോ ഉണ്ടായില്ല. പിശാചിനെ വചനത്താൽ ദൈവം അവിടെ ഹല്ലേലൂയ ഖണ്ഡിച്ച് ഹല്ലേലൂയ സാത്താനെ വിട്ടുപോയെന്ന് പറഞ്ഞ് ശാസിക്കുന്നതായിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അല്ല, ഇവിടെ അല്ലാതെ മറ്റൊരു ഭാഗത്ത് ഇതുപോലൊരു കാര്യം ഹല്ലേലൂയ നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്കറിയാം മോശയുടെ ശരീരത്തിനെ പറ്റി, ആത്മാവിനെ പറ്റിയോ പ്രാണനെ പറ്റിയോ അല്ല, മോശയുടെ ശരീരത്തെ പറ്റി തർക്കമുണ്ടായത്. ഹല്ലേലൂയ. പിശാച് തർക്കിച്ചത് മോശയുടെ ശരീരത്തെ പറ്റിയാണ്. ഹല്ലേലൂയ. യഹോവയുടെ ദാസനായ മോശ ഹല്ലേലൂയ യഹോവയുടെ വചനപ്രകാരം ഹല്ലേലൂയ ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രവാചകൻ പറയുന്നത് മോശയെ പോലെ ഒരു പ്രവാചകൻ ഇനി ഉണ്ടാകയില്ലെന്നാ പറയുന്നത്. അത്രയ്ക്ക് ഹല്ലേലൂയ നല്ലൊരു പ്രവാചകനായിരുന്ന മോശ ഹല്ലേലൂയ ദൈവം വിളിച്ച് വേർതിരിച്ച് തന്റെ മക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ ജീവിതം ഒഴിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ തന്റെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ ജീവിതത്തെ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്ത ഹല്ലേലൂയ മോശ ഹല്ലേലൂയ ആ മോശ ഹല്ലേലൂയ അതിനുശേഷം യഹോവയുടെ വചനപ്രകാരം യഹോവയുടെ ദാസനായ മോശ മോവാബ് ദേശത്ത് വെച്ച് മരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. നമുക്കവിടെ ഹല്ലേലൂയ ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ മോവാബ് ദേശത്ത് പെയോരിനെതിരെ അരികെയുള്ള താഴ്വരയിൽ അവനെ അടക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. അവനെ ഹല്ലേലൂയ ആരും എന്നാൽ ഇന്നുവരെ അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 34-ാം അധ്യായം ആദ്യ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം നെബോ പർവ്വതത്തില് പിസ്ക മുകളില് കയറി വാഗ്ദത്തം ചെയ്ത തന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത വാഗ്ദത്ത ഭൂമി, അതായത് മിസ്രൈമിൽ നിന്ന് ഈ ജനത്തെ കൊണ്ടുവന്നത് ഈ വാഗ്ദത്ത ഭൂമിക്ക് വേണ്ടിയാ. ആ വാഗ്ദത്ത ഭൂമിയെ ഹല്ലേലൂയ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തു. നെബോ പർവ്വതത്തിന്റെ മുകളിൽ പിസ്ക ഹല്ലേലൂയ കൊടിമുടിയിൽ കയറി ഹല്ലേലൂയ ദൈവം അതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ കാണിച്ചു കൊടുത്തതിന് ശേഷം ഹല്ലേലൂയ എന്ത് ചെയ്തു? അവനെ അവിടെ വെച്ച് മരിച്ചു. എന്നാല് മോവാബിൽ വെച്ച് മരിച്ചേച്ച് അവിടെ നിന്ന് അവനെ അടക്കം ചെയ്യാൻ ബത്പെയേറിന്റെ താഴ്വരയിലേക്ക് കൊണ്ടുപോകുന്നു. ബത്പെയേറിന്റെ താഴ്വരയിലേക്ക് അവനെ അടക്കം ചെയ്യാൻ കൊണ്ടുവന്നു. ബത്ത് എന്ന് പറയുമ്പോൾ ഭവനം എന്നാണ് അർത്ഥം. പെയേറിന്റെ ഭവനം, ആ ഭവനത്തിന്റെ എതിർവശത്ത് താഴ്വരയിലാണ് ഹല്ലേലൂയ മോശയെ അടക്കം ചെയ്തത്. ഈ പെയർ ഹല്ലേലൂയ ആരാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതീയ ദേവനാണ്. വാൽപെരിയേൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകത്തില് നമ്മൾ കടന്നു വരുമ്പോൾ സംഖ്യാപുസ്തകം ഹല്ലേലൂയ നമുക്കറിയാം ബാലാക്ക് ഹല്ലേലൂയ ബിലയാമിനെ വിളിച്ച് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ എതിരിടുവാൻ ഹല്ലേലൂയ അവരെ ശപിപ്പാൻ ഹല്ലേലൂയ ബിലയാമിന് കൂലി കൊടുത്ത് അവനെ കൊണ്ടുവന്ന ഹല്ലേലൂയ അവനെ കൊണ്ട് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായിട്ട് അവനോട് പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ കൊണ്ടുവന്ന് ഹല്ലേലൂയ അവനോട് ശപിക്കാൻ പറയുന്നുണ്ട്. ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ ബിലയാമിന്റെ നാവിന്റെ കൺട്രോള് ദൈവം ഏറ്റെടുത്തു. ഹല്ലേലൂയ ശപിപ്പാൻ സമ്മതിച്ചില്ല. ദൈവജനത്തെ ശപിപ്പാൻ കൊണ്ടുവന്നപ്പോൾ ദൈവജനത്തെ ശപിക്കാതെ ഹല്ലേലൂയ യഹോവ അവന്റെ ബിലയാമിന്റെ ദൈവവചനം ബിലയാമിന്റെ നാവിന്മേലാക്കി വെച്ച് ഹല്ലേലൂയ ആ കൺട്രോള് ദൈവം ഏറ്റെടുത്തു. അവന് ശപിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും, ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകൂ എന്നൊക്കെ പറഞ്ഞു. അത് ഹല്ലേലൂയ ബാലാക്കിന് വളരെ പ്രയാസമായച്ച് അവനെ കൊണ്ട് പിന്നെയും ഹല്ലേലൂയ വേറൊരിടത്ത് പോവുക. 14-ാം അധ്യായം വരുന്ന 23-ന്റെ 14-ാം വാക്യം വരുന്നുണ്ട്. അങ്ങനെ അവൻ പിസ്ഗ കൊടുമുടിയുടെ സോഫീം എന്ന മുകൾ പരപ്പിൽ അവനെ കൊണ്ടുപോയി. അതായത് ഹല്ലേലൂയ നെബോ പർവ്വതത്തിലെ പിസ്ക കൊടുമുടി ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ മുകൾ പരപ്പിലേക്ക് അവനെ കൊണ്ടുപോയച്ച് അവിടെ യാഗപീഠത്തിന്മേല് ഹല്ലേലൂയ അവൻ യാഗമൊക്കെ കഴിച്ചേച്ച് ഹല്ലേലൂയ അവനോട് പറഞ്ഞു, നീ പറ ഹല്ലേലൂയ നീ അവരെ ശപിക്ക് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം അവിടെയും അവന്റെ നാവിന്മേൽ വചനം കൊടുത്തു. അവന്റെ നാവിനെ ദൈവം കൺട്രോൾ ചെയ്തു. ഹല്ലേലൂയ വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ ഹല്ലേലൂയ മനുഷ്യപുത്രനുമല്ല.
ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിപ്പാൻ കൽപ്പന കൊടുത്തു കഴിഞ്ഞാൽ ശപിപ്പാൻ ഒരുത്തനും കഴിയുകയില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ അനുഗ്രഹത്തിന് തടസ്സമായി എന്തെല്ലാം വന്നാലും ആരെല്ലാം വന്നാലും ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നെ ശപിപ്പാൻ കഴിയുകയില്ല. ദൈവം നിനക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് തടസ്സപ്പെടുത്തുവാൻ, ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് തടസ്സപ്പെടുത്തുവാൻ, നിന്റെ മക്കൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുവാൻ ശത്രു എങ്ങനെ ഹല്ലേലൂയ കെണിയൊരുക്കിയാലും, അവൻ ആരെയെല്ലാം കൂലിക്ക് കൊണ്ടുവന്നാലും അത് ഫലിക്കയില്ല. ഹല്ലേലൂയ. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ ശത്രുവിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ നാവിന്റെ കൺട്രോൾ ദൈവം ഏറ്റെടുക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ. ശപിപ്പാൻ വന്ന ബിലെയാമിന്റെ ഹല്ലേലൂയ നാവിന്റെ കൺട്രോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ഏറ്റെടുത്തു. അവനെ ഹല്ലേലൂയ ശപിപ്പാൻ പറ്റിയില്ല. ഹല്ലേലൂയ തിന്മ കാണുന്നില്ലെന്നാ അവൻ പറഞ്ഞത്. ഹല്ലേലൂയ എനിക്ക് ശപിക്കാൻ പറ്റുകയില്ലെന്നാ പറഞ്ഞ് അവിടുന്ന് വീണ്ടും ഇവനെന്തുവാ അതിലും വലിയൊരു സ്ഥലത്തെ കൊണ്ട്, ഈ സ്ഥലത്തിന്റെ കുറവ് കൊണ്ടാണോ, ഹല്ലേലൂയ സ്ഥലത്തിന്റെ പോരായ്മ കൊണ്ടാണോ, സ്ഥലം ശരിയല്ലാത്തത് കൊണ്ടാണോ ഇവൻ ഇങ്ങനെ ഹല്ലേലൂയ ശാപത്തിന് പകരം അനുഗ്രഹിക്കുന്നതെന്നാണ് തോന്നല്. ഹല്ലേലൂയ ബാരാക്കിന് വന്നതുകൊണ്ട് അവ സ്ഥലം മാറ്റി മാറ്റി കൊണ്ടുപോവുക. എന്റെ ദൈവമക്കളെ, എവിടെയെല്ലാം കൊണ്ടുപോയാലും, എവിടെയെല്ലാം ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ദൈവം അനുവദിക്കാതെ ഒരു ശാപവും നിന്റെ മേൽ ഫലിക്കയില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ നിശ്ചയിച്ചുവെങ്കിൽ, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുവാൻ നിശ്ചയിച്ചു അതിന്റെ മുൻപിൽ വരുന്നതിനെയൊക്കെ ഹല്ലേലൂയ മാറ്റിക്കളയുവാൻ ഹല്ലേലൂയ എന്റെ ദൈവ ശക്തനാ. മറന്നു പോകരുത്. നീ ഇരിക്കുന്ന സ്ഥലമല്ല നിനക്ക് ശാപം, നീ ആയിരിക്കുന്ന ഇടമല്ല നിനക്ക് ശാപം. നീ താമസിക്കുന്ന ഇടത്തുനിന്ന് മാറിപ്പോയത് കൊണ്ട് നിന്റെ ശാപം മാറുകയില്ല. നീ ആയിരിക്കുന്ന ഇടത്തുനിന്ന് മാറിപ്പോയത് കൊണ്ടായില്ല, നിന്റെ ജീവിതവുമായിട്ടാ ദൈവത്തിന് ബന്ധം. ദൈവിക സാന്നിധ്യം എവിടെയാണെന്നുള്ളതാ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കീഴിലാണോ നീ എന്നുള്ളതാ. എല്ലാം ഹല്ലേലൂയ എവിടെയായിരുന്നാലും ഹല്ലേലൂയ 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 ദൈവത്തിന്റെ ശക്തിക്ക് വ്യാപരിക്കുവാൻ കഴിയാത്ത ഇടം ഒരിടവുമില്ല. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ബിലെയാം ഹല്ലേലൂയ മൂന്നാമതായിട്ട് 27-ാം വാക്യം വരുന്നുണ്ട്. അവനെ വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. അവിടെ നിന്ന് ഹല്ലേലൂയ എനിക്ക് വേണ്ടി ശപിക്കണം. അവിടുത്തെ എവിടാന്നറിയാമോ? പേയോർ മലയുടെ മുകളില്. ഹല്ലേലൂയ. അതായത് ഈ മോശയെ ഹല്ലേലൂയ അടക്കിയെന്ന് നമ്മൾ വായിച്ച സ്ഥലമാ. പേയോർ മലയുടെ മുകളിൽ കൊണ്ടുപോയിച്ച് അവിടെ നിന്നും എന്ത് ചെയ്തു? ഹല്ലേലൂയ ശപിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാല് ശപിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ആ വിചാരവും ലക്ഷണവിദ്യയും ഫലിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. നീ നേരോടെ നടക്കുന്നവനാണെങ്കിൽ, നീ ദൈവത്തിന്റെ കൈ കീഴാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ നീ ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നവനാകുന്നുവെങ്കിൽ, വലിയ ദൈവത്തിന്റെ വഴിവിട്ട് സഞ്ചരിക്കാത്തവനാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ നിനക്കെതിരായി ആരെല്ലാം എന്തെല്ലാം കുരുക്കുകൾ ഒരുക്കിയാലും ഹല്ലേലൂയ അതിന് നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ വെച്ചു അവനത് സാധിച്ചില്ല. ഹല്ലേലൂയ. പിന്നെ 25-ാം അധ്യായത്തിൽ വരുന്നുണ്ട്, വേർപിരിയലിനോട് ഇസ്രായേൽ ചേർന്നു എന്ന് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അത് അവർക്ക് പ്രയാസമായി തീരുവാനിടയായി തീർന്നു. ഞാൻ ഈ പറഞ്ഞു വന്നത് ഹല്ലേലൂയ മോശ ഹല്ലേലൂയ മോശയെ അടക്കം ചെയ്ത ഇടം ഹല്ലേലൂയ അത് ബേത്പെയോരിനടുത്ത് അരികെയുള്ള താഴ്വരയിലായിരുന്നു അടക്കിയത്. ഹല്ലേലൂയ. ബേത്പെയോരിനെ ഹല്ലേലൂയ ആ അടുക്കലുള്ള ഹല്ലേലൂയ ഇടത്തായിരുന്നു അവനെ അടക്കിയത്. ഹല്ലേലൂയ. അതുകൊണ്ടാ വാദഗതി ഉയർന്നു വന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ മണ്ണില് ഹല്ലേലൂയ അവന്റെ മണ്ണിലായതുകൊണ്ട് അവന്റെ ഭവനത്തിന്റെ എതിരെ താഴ്വരയിലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ അവകാശം പറയുവാൻ ഇറങ്ങി വരുക, ശരീരത്തോട് അവകാശം പറയുവാൻ ഇറങ്ങി വരുക. ആ പേരെന്ന് പറയുന്നത് ജാതീയ ദേവന. ഹല്ലേലൂയ. അവന്റെ ശക്തിയുടെ കേന്ദ്രം അവിടെ. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ മോശ എന്ന നേതാവിന് ഹല്ലേലൂയ ഇസ്രായേൽ ജനം ഹല്ലേലൂയ കണ്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ അവന്റെ ശവം കണ്ടു കഴിഞ്ഞാൽ, അവന്റെ ശവകുടീരം കണ്ടു കഴിഞ്ഞാൽ, ഒരു പക്ഷെ നാളെ ഹല്ലേലൂയ ഇവന് ഹല്ലേലൂയ ഒരു വിഗ്രഹാരാധന ഹല്ലേലൂയ അവിടെ തുടങ്ങുവാൻ ജനം പ്രേരിതരാകുന്നവരാ. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ കൊടിമുടിയിലേക്ക് പ്രമാണം വാങ്ങിക്കുവാൻ മോശ കയറിപ്പോയപ്പോൾ താഴ്വരയിൽ കാളക്കൂട്ടിയെ ഉണ്ടാക്കി ഹല്ലേലൂയ ആരാധിച്ച ജനമായത്. ഹല്ലേലൂയ. അതിനൊന്നും മടിയുള്ള ജനമല്ല. ഹല്ലേലൂയ. സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവത്തെ മറക്കുന്നവരാ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അത് ഉണ്ടാകരുതെന്ന് ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു.
ഹല്ലേലൂയ. എന്നാൽ അത് അങ്ങനെ സംഭവിക്കണമെന്ന് പിശാചിന് ഹല്ലേലൂയ വാദഗതി ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു? ശവകുടീരത്തിന്റെ അധികാരം പറയുക. ഹല്ലേലൂയ. ആ മണ്ണ് ശരീരത്തിന് വേണ്ടി അധികാരം പറയുക. ഹല്ലേലൂയ. ഇതെവിടാ കിടക്കുന്നത്? ഇതെവിടെ അടക്കിയിരിക്കുന്നത്? ഈ മണ്ണ് ആരുടേതാ? ഹല്ലേലൂയ. ഇത് ബേത്ത് പെരിയേലിനെതിരെയുള്ള താഴ്വരയാ. ഹല്ലേലൂയ. ആ ശവക്കുഴിയില് ഹല്ലേലൂയ ആ ശവക്കുഴിക്ക് വേണ്ടി വാദിക്കുവാൻ, തർക്കിക്കുവാൻ ഹല്ലേലൂയ 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 പിശാച് ഇറങ്ങി മീഖായേലിനോട് തർക്കിക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ ഇവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഒരു വാക്കൂടുണ്ട്. ഇന്ന് വരെയും അവന്റെ ശവക്കുഴിയിൽ ആ സ്ഥലം ആരും അറിയുന്നില്ല. ഒരു കുഞ്ഞുങ്ങൾക്കും അവന്റെ ശവക്കുഴി എവിടാണെന്നുള്ളത് അറിയത്തില്ല. ഹല്ലേലൂയ. അറിയാമെങ്കിൽ പല കാര്യങ്ങളും പക്ഷെങ്കിൽ നടക്കുമായിരിക്കാം, നമുക്കറിയില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അത് കാണിക്കാതിരിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ഹല്ലേലൂയ മോശയെ പറ്റി തീർന്നിട്ടില്ല. ദൈവത്തിന്റെ ശുശ്രൂഷകൾ മോശയെ പറ്റിയുള്ളത് തീർന്നിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് തന്നെയാ മോശ. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ മറുരൂപമലയിൽ യേശു പത്രോസിനെ ഹല്ലേലൂയ യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശെ ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി കണ്ടു. ഹല്ലേലൂയ. അവിടെ ഇറങ്ങി വരുവാൻ ഹല്ലേലൂയ ദൈവിക പദ്ധതി മോശയെ പറ്റി ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് തന്നെയാ മോശ ഇപ്പോഴും. അന്നേരം അവന്റെ ശരീരത്തെ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഖബർ ഹല്ലേലൂയ മറ്റുള്ളവരെ കാണിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും നടക്കില്ല എന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. അത് പിശാച് അറിഞ്ഞുകൊണ്ട് ഇവനെ പറ്റിയുള്ള പദ്ധതികൾ അറിയാവുന്നത് കൊണ്ട് ഹല്ലേലൂയ അവന്റെ ശരീരത്തോട് വാദിക്കുവാൻ, മീഖായേലിനോട് തർക്കിക്കുവാൻ അവന് കടന്നു വന്നിരിക്കുന്നത്. ദൈവമക്കളെ ഹല്ലേലൂയ നമ്മെ പറ്റിയുള്ള പ്ലാനും പദ്ധതിയും ദൈവത്തിന് നന്നായി അറിയാം. അതുപോലെ തന്നെ നമ്മെ ഹല്ലേലൂയ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാ പിശാച് എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. നാം അത് മറന്നു പോകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ പൂർണ്ണമായി ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളിലൂടെയുള്ള പദ്ധതികൾ ചെയ്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. നാം ദൈവത്തോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ദൈവസന്നിധി നാം വിട്ടുപോയി കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ മേലുള്ള പദ്ധതികളെ പൂർത്തീകരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഹല്ലേലൂയ നാം ഇടയാകണം. ഹല്ലേലൂയ. ഒരു കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനം ദൈവത്തോട് പറ്റിയിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. അത് ദൃഷ്ടാന്തങ്ങളിലൂടെ രമ്യാവിലൂടെ ഹല്ലേലൂയ ദൈവജനത്തോട് ദൈവം അറിയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഈ അന്ത്യകാലത്തിന്റെ ഈ സമയങ്ങളിൽ എൻ്റെ ദൈവത്തോട് എത്രമാത്രം പറ്റിയിരിക്കാമോ അത്രമാത്രം പറ്റിയിരിക്കുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിനൊരു വ്യക്തിയെ പറ്റി പദ്ധതി ഉണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അത് നിവർത്തിയാക്കാതെ ദൈവം ഇരിക്കത്തില്ല. ഹല്ലേലൂയ. മറുരൂപമലയിൽ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ മോശ കടന്നു വരുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയിലും ഉള്ളതാ. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ശരീരത്തോട് ഹല്ലേലൂയ ഹല്ലേലൂയ പിശാച് വാദിക്കുന്നത് ഇത് നടപ്പാകാതിരിക്കാനാ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പാകാതിരിക്കാൻ ഹല്ലേലൂയ പിശാച് ശരീരത്തോട് വാദിക്കുക. ആത്മാവും പ്രാണനും ഒന്നും കിട്ടിയില്ല, ശരീരം ശവകുടീരം. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ അവന്റെ കൈ കീഴ് വേണം. അവൻ ഈ പദ്ധതിയെ പൊളിക്കുവാൻ ഹല്ലേലൂയ അവൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി അവൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി പോരാ, ഇത് മാത്രമല്ല മോശയെ പറ്റി വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും, അവർ രണ്ടും ഹല്ലേലൂയ ഹല്ലേലൂയ 1260 ദിവസം പ്രവചിക്കുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരൊക്കെയാ? അതും മോശയും ഏലിയാവുമാ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തില് 2 സാക്ഷികൾക്ക് ദൈവം വരം നൽകും. ഹല്ലേലൂയ. അവര് ഹല്ലേലൂയ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ നിരൂപിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെടും, ശത്രുക്കളെ സംഹരിക്കും. ഹല്ലേലൂയ. ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് വ്യക്തമാക്കുവാൻ, ഇത് ആരാണെന്ന് വ്യക്തമാക്കുവാൻ അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ ഹല്ലേലൂയ ആകാശം അടച്ചു. അത് നമുക്കറിയാം. മഴ പെയ്യാതെ ആകാശം അടച്ചത് ആരാണെന്ന് നമുക്കറിയാം. അത് ഏലിയാവാണ്. രണ്ടാമത് പറഞ്ഞേക്കുക, വെള്ളത്തെ രക്തമാക്കുവാൻ ഇച്ഛിച്ചപ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാൻ അത് ചെയ്തതാരാ? മോശയാ. അങ്ങനെയെങ്കിൽ ഇവർ 2 പേരും
അന്ന് അവിടെ ഹാലലു കടന്നു വരും. ദൈവമക്കളെ ഹാലലു കർത്താവിന്റെ മേഘത്തിലുള്ള വരവ് അടുത്തുകൊണ്ടിരിക്കുക, മേഘവരത്തിലുള്ള വരവ് അടുത്തുകൊണ്ടിരിക്കുക. വന്നതിന് ശേഷം ദൈവസഭയെ ഹാലലിയ കൂട്ടിക്കൊണ്ട് ഹാലലിയ 7 വർഷക്കാലം ഹാലലിയ മണിയറ വാസത്തിനായിട്ട് കടന്നു പോകുമ്പോൾ ഭൂമിയിൽ ഹാലലുയ ഹാലലിയ മഹോപദ്രവ കാലമാണ്. ഹാലലുയ അത് നമുക്കറിയാം, ഹർമഗദോൻ യുദ്ധകാലം. ഹാലലുയ ആ സമയത്ത് ഹാലലുയ മോശയും ഏലിയാവും ഹാലലുയ അവിടെ ഭൂമിയിൽ കടന്നു വരികയും അവരെ ദൈവവചനം സംസാരിക്കുകയും ചെയ്യും. ഹാലലുയ അവർ വന്നതിന് ശേഷം അവിടെ നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരെ ഹാലലു വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെ ഈ സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളെ. അന്നേരം അവരുടെ സാക്ഷ്യം നിവർത്തിക്കുവാൻ, അവരുടെ സാക്ഷ്യം നിവർത്തിച്ച ശേഷം, അന്നേരം അവരുടെ സാക്ഷ്യം നിവർത്തിക്കണമെങ്കിൽ അന്നേ നിവർത്തിയാവുകയുള്ളൂ. മോശയുടെ സാക്ഷ്യം നിവർത്തീകരണം അന്നേ സംഭവിക്കുകയുള്ളൂ. അതിനു മുമ്പേ ഹല്ലേലൂയ അത് നടക്കാതെ ഇരിക്കുവാൻ, ആ പദ്ധതികൾ നടക്കാതെ ഇരിക്കുവാൻ ഹല്ലേലൂയ 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 മോശയുടെ ശരീരത്തിന് വേണ്ടി ഹല്ലേലൂയ ശത്രു പിശാച് ഹല്ലേലൂയ വീണ ലൂസിഫർ ഹല്ലേലൂയ വാദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ ആ സാക്ഷ്യം നിലനിൽക്കാതിരിപ്പാൻ അന്ന് ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്നും മിസ്രയീം എന്നും പേരുള്ള ഒരു മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. 3.5 ദിവസം അവിടെ കിടക്കും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കത്തില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കും, അന്യോന്യ സമ്മാനം കൊടുക്കും. എന്നാൽ 3.5 ദിവസം കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീരും. ഇവിടെ കയറി വരുവീരെന്ന സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദമുണ്ടാകും. അന്ന് അവരുടെ യഥാർത്ഥ മരണം ഹല്ലേലൂയ മരിച്ചതിന് ശേഷം അവരെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് അന്നുവരെയും അവരുടെ ശുശ്രൂഷകള് അവരിലൂടെയുള്ള പദ്ധതികള് ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ദൈവമക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവ സർവശക്തന അനാദിയും ശാശ്വതവുമായ ദൈവമാ നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഹല്ലേലൂയ ആ ദൈവത്തിന്റെ പ്ലാനിനെ പദ്ധതിയെ തകർക്കുവാൻ ഹല്ലേലൂയ ആ മീഖായേലിനോട് ഹല്ലേലൂയ യുദ്ധം ചെയ്യുവാൻ, തർക്കിക്കുവാൻ, വാദിക്കുവാൻ ഹല്ലേലൂയ പിശാച് ഇറങ്ങി വന്നിരിക്കുക. ഹല്ലേലൂയ അവനോട് വാദിക്കുക. അവിടെ കാണുന്ന തർക്കം, വാദം, വിധി 3 കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം സ്വാഭാവികമായ ഒരു തർക്കം ഉണ്ടാകുന്നത് ആ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ യാദൃച്ഛികമായി തന്നെ സ്വാഭാവികമായി തന്നെ തർക്കത്തിലേക്ക് വരും. എന്നാൽ തർക്കം വാദത്തിലേക്കാക്കി കഴിഞ്ഞാൽ പ്രശ്നം മാറും. ഹല്ലേലൂയ വാദത്തിലേക്കായി കഴിയുന്നുണ്ട്. പിന്നെ സാക്ഷികളുടെ ആവശ്യം വരുന്നു. ഹല്ലേലൂയ അത് കുറച്ചുകൂടെ സങ്കീർണമായി തീരും. എന്നാൽ തർക്കത്തിനും വാദത്തിനും മീഖായേൽ നിന്നു. എന്നാൽ വിധി പ്രഖ്യാപിക്കാൻ വന്നപ്പോൾ മീഖായേൽ പ്രഖ്യാപിച്ചില്ല. മീഖായേൽ പറഞ്ഞു ദൈവത്തിന് അവസരം വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ ദൈവത്തോട് വിധി കൽപ്പിക്കുവാൻ മീഖായേൽ അവിടെ പറഞ്ഞു. ദൈവമക്കളെ പത്രോസിന്റെ ലേഖനം ഹല്ലേലൂയ 1-2 പത്രോസിന്റെ ലേഖനത്തിലാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മീഖായേലിന് ബലമുണ്ട്, ശക്തിയുണ്ട്. അവിടെ ഒരു ഹല്ലേലൂയ വിധി പുറപ്പെടുവിപ്പാൻ ശക്തിയുണ്ട്, കഴിവുണ്ട്. ഹല്ലേലൂയ എന്നാൽ തന്റെ ശക്തിയും തന്റെ ഹല്ലേലൂയ വൈഭവവും ഒന്നും കാണിക്കുവാനല്ല, വിധി കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തു. ഹല്ലേലൂയ വിധി കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തു. ഹല്ലേലൂയ ദൂതന്മാർക്ക് ബലമുണ്ട്, ശക്തിയുണ്ട്. ഹല്ലേലൂയ അവിടെ മീഖായേൽ ഹല്ലേലൂയ പ്രധാന ദൂതനായ മീഖായേല യുദ്ധത്തിന് ഇറങ്ങി വന്ന് യുദ്ധത്തില് ഹല്ലേലൂയ ഏതെല്ലാം പ്രതിസന്ധിയുണ്ട്, ഏതെല്ലാം കാര്യം ഇസ്രായേലിന് വേണ്ടി തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഹല്ലേലൂയ ദൂതനാഥ മീഖായേല് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെയൊക്കെ ഇറങ്ങി വന്ന് പരിഹാരം കണ്ടെത്തുന്ന മീഖായേലിന് ഹല്ലേലൂയ അവിടെ തർക്കിക്കുകയും വാദിക്കുകയും പിശാചിനോട് ചെയ്തേച്ച് വിധി കൽപ്പിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ മീഖായേൽ ഹല്ലേലൂയ അവിടെ വിധി കൽപ്പിക്കുന്നില്ല. എന്ത് ചെയ്തു? ഹല്ലേലൂയ ആ വിഷയം ഹല്ലേലൂയ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവമക്കളെ
നമ്മുടേതായ വിഷയങ്ങൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകണം. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ പരിഹാരം ഉണ്ടാക്കുവാൻ ഹല്ലേലൂയ നാം ശ്രമിക്കരുത്. ദൈവത്തിന് സകലത്തിന്മേലും ഉദ്ദേശമുണ്ട്. ദൈവത്തിന് സകലത്തിന്മേൽ പദ്ധതിയുണ്ട്. ദൈവിക പദ്ധതി ദൈവം ഒരു പദ്ധതി തുടങ്ങിയെങ്കിൽ ആ പദ്ധതിയുടെ പൂർത്തീകരണം വരെയും ദൈവത്തിന്റെ ദൃഷ്ടി അതിൽ നിന്നും മാറുകയില്ല. ദൈവമക്കളെ, നമ്മെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങളൊന്നും വൃഥാവായി പോകുകയില്ല. എന്നെ പറ്റിയും നിന്നെ പറ്റിയും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശം ഹല്ലേലൂയ നിവർത്തീകരിക്കുന്നിടം വരെ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ നാം ക്ഷീണിച്ചു പോകണ്ട, നാം തളർന്നു പോകണ്ട, എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കണ്ട. കായിക ബലത്തിൽ നാം ആശ്രയിക്കണ്ട. മനുഷ്യന്റെ ഹല്ലേലൂയ ഊരിക്കള്ളൊന്നും നീ പ്രസാദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ അങ്ങനെ ഒന്നും നീ പോകണ്ട. നിന്റെ ശക്തിക്കും നിന്റെ ബുദ്ധിക്കും ഹല്ലേലൂയ നിന്റെ വൈഭവത്തിനും നിന്റെ സമ്പത്തിനും ഹല്ലേലൂയ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഹല്ലേലൂയ എന്റെ മേലുള്ള വിധി എന്റെ ദൈവത്തിൽ നിന്ന് പുറപ്പെടണമെന്ന് നീ ദൈവത്തോട് പറ. ദൈവത്തിൻ്റെ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, നിന്റെ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ ഹല്ലേലൂയ ആ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വിധി കൽപ്പിക്കുവാൻ എൻ്റെ ദൈവശക്തനാ. മീഖായേൽ പറയുക കർത്താവ് ഫലിക്കട്ടെ. ഹല്ലേലൂയ മീഖായേൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവമക്കളെ ഹല്ലേലൂയ 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 ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ ചുറ്റിപ്പറ്റി വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും വിധികളും ഒക്കെ നമുക്കറിയാവുന്ന കേന്ദ്രങ്ങൾ പോലും ഹല്ലേലൂയ വിധിക്ക് വേണ്ടി കോടതികൾ കയറിയിറങ്ങുക. എന്നാൽ നമുക്ക് നല്ലൊരു അഡ്വക്കേറ്റ് സ്വർഗത്തിലുണ്ട്, നമ്മുടെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, നിന്നെ കൊണ്ട് അഴിക്കാൻ മേലാത്ത പ്രശ്നമായിക്കോട്ടെ, ഹല്ലേലൂയ നിന്നെ കൊണ്ട് ഹല്ലേലൂയ തീർപ്പേൽപ്പിക്കാൻ കഴിയാത്ത പ്രശ്നമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നീ അതെന്റെ ദൈവത്തിന്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് നീതിയുള്ള വിധി നിനക്ക് വേണ്ടി പുറപ്പെട്ടു വരും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വിശ്വസിക്കുക, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ ദൈവത്തിന്റെ വിധി പുറപ്പെടേണ്ടതിന് ഹല്ലേലൂയ ഇതാ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് ഹല്ലേലൂയ അടുത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ശബ്ദം കേട്ട് വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുക. ശബ്ദം കേട്ട് വാതിൽ ആര് തുറക്കുന്നുവോ ഉടവാരകതന്തലേരകൾ കൗട രീകാരകതന്തലേരകൾ കൗട ആ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം, ആ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം, ആ ശബ്ദത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇല്ല എങ്കിൽ പറ്റുകയില്ല. ഹല്ലേലൂയ അനേകര് പട്ടുപോയി, അനേകര് വിശ്വാസത്യാഗം സംഭവിച്ചു. ദൈവമക്കളെ ഹല്ലേലൂയ സ്വന്തം പ്രശസ്തിയിലും സ്വന്തം ഹല്ലേലൂയ ഒരു ശക്തിയിലും ബലത്തിലും ആശ്രയിക്കാതെ ദൈവത്തിന് ബലമുള്ള കൈക്കീഴ് താണിരിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി വിധി കൽപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ നീ ആശ്രയിക്കുന്നവരെ കൊണ്ട് സാധിക്കാത്തത് എൻ്റെ ദൈവത്താൽ സാധിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ എൻ്റെ ദൈവം വിധിയുമായി പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ തടസ്സം ചെയ്യുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ 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 ദൈവമക്കളെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങൾ താണിരിക്കാം. ഈ ദിവസങ്ങൾ ദൈവാത്മാവ് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നോട് ഇടപെടണമേ കർത്താവേ, നിന്റെ സംരക്ഷണത്തിന്റെ കീഴിലായിരിക്കാൻ, നിന്റെ ചിറകിന്റെ കീഴിലായിരിക്കാൻ, നിന്റെ നീ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി സേവകാത്മാക്കളെ വെച്ചിരിപ്പുണ്ടല്ലോ, അവരുടെ കൺട്രോളിലായിരിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലായിരിക്കാൻ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ഇടയാക്കി തരണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങളെ കാണുന്ന ഒരു കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണിന് മറഞ്ഞിരിപ്പാൻ ഞങ്ങൾക്ക് കഴിയുകയില്ലല്ലോ. അപ്പാ ദൈവമേ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, സമ്പൂർണമായി എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വിധി ഹല്ലേലൂയ പുറപ്പെടുവിപ്പാൻ ശക്തനാ. അതുകൊണ്ട് ആ ബലമുള്ള കൈക്കീഴ് താണിരിപ്പാൻ സ്വർഗം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന പ്രിയ പാസ്റ്ററിനോട് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇരുന്നുകൊള്ളുന്ന ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മാറാനാഥ.